പറയൂ. നല്ല അടിപൊളി വെയിലത്ത് നെല്ലിയാമ്പതിയിലേക്ക് ഒരു ട്രിപ്പ് വിട്ടാലോ? മുഖം നോക്ക്, നല്ല മുടിയില്ലേ? കണ്ടീഷണർ. സിംഹവാലൻ കുരങ്ങിന്റെ വാല് കണ്ടിട്ട് സിംഹത്തിന്റെ പോലും തോന്നിയില്ല. പക്ഷെ മുഖത്തിന് എവിടെയൊക്കെ ഒരു ചായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാല് കുടിക്കുന്ന കുരങ്ങനെയും കണ്ടായിരുന്നേ. മങ്കി കണ്ടോ? വാവാ എവിടെ? ആ കുഞ്ഞി മങ്കി ആണോ വലിയ മങ്കി? ഉള്ളിക്ക് വരില്ലല്ലോ. കാലിൽ കയറി പുറങ്ങിയ ആളാണ് കേട്ടോ. നെല്ലിയാമ്പതിയിൽ കുരങ്ങൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോഴേക്കും ചാടി എണീറ്റ് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നോക്കിയിരിക്കായിരുന്നു വാവ. അല്ലെങ്കിൽ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അല്ലേ? ഈ കുട്ടി കുരങ്ങൻ പാല് കുടിക്കണ കണ്ടിട്ട് ഹായ് കുരങ്ങൻ ഇങ്കി കൊച്ചു വാവ ഇങ്കി കൊച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവള്. എനിക്കന്ന് ഭയങ്കര ഒരു മോഷൻ സിക്നസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 2-3 വാള് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് എത്തിപ്പെട്ടത്. നെല്ലിയാമ്പതി ഒന്ന് എത്തി കിട്ടിയാൽ മതി. പിന്നെ ചൂടില്ല, സെറ്റാണെന്ന് പറഞ്ഞു പോയിട്ട് കാർത്ത് കരുവാളിച്ചൊരു പരുവായിട്ടാണ് വന്നത് കേട്ടോ. ആദ്യം ഞങ്ങൾ പോയത് ഒരു ഫാം കാണാനായിരുന്നു കേട്ടോ. ഒരു വെജിറ്റബിൾ ഫാം. വെജിറ്റബിൾസ് മാത്രമല്ല ഫ്രൂട്ട്സും അങ്ങനെ ചെടികളൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ പാർക്കാണെന്ന് ചോദിച്ചാൽ പാർക്കാണെന്ന് പറയാനും പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലം കാണാനാണ് കേട്ടോ. ലൈനൊക്കെ ഉണ്ടോ വാ? ഹായ് ലയൺ. എന്താ ലൈനെ കാണണോ? ലൈനിന്റെ കൂടെ ഫോട്ടോ ഒക്കെ ഉണ്ടേ. എന്ത് കളറാ ഈ പൂവ്? ഈ പൂവ് എന്ത് കളറാ? ഇത് എന്ത് കളർ പൂവാ പറയൂ? ഇത് പൂവാന്ന് അറിയാം, പക്ഷെ എന്ത് കളറാ? ബ്ലൂ. ആ ബ്ലൂ കളർ പൂവാന്ന് കേട്ടാ. ഏതില് കയറണം? ഊഞ്ഞാല് കയറാം കേട്ടോ. ചെരുപ്പ് ഊരാൻ പാടില്ല. അവളുടെ ഒരു ചെരുപ്പ്. കൂട്ടിരുള്ളിൽ കണ്ണനിയേ നീ പകരും. എനിക്ക് ഹൈറ്റ് നല്ല പേടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ വാവയ്ക്ക് എന്നാലും മേട്ടൂസ് നിർബന്ധിച്ചപ്പോൾ ഞാൻ കയറിയായിരുന്നേ. പിന്നെ വാവയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കയറിയല്ലോ. അപ്പോൾ അവൾ താഴെ നിന്ന് നല്ല വാശിയായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ട് തളർന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു മൂഡായിട്ടോ. ആമ്പൽ പൊന്നാമ്പൽ നമ്മൾ വാവയ്ക്ക് പൂ വേണം. അതെ ജ്യൂസ് പറയൂ. പേരയ്ക്ക് ജ്യൂസ് മതി. പാസ്വേഡ് സ്പേസ് ഇല്ല. പേരയ്ക്ക് ജ്യൂസ് കിട്ടിയില്ലോ. ജ്യൂസ് പേരയ്ക്ക് ജ്യൂസ് കുടിച്ചോളോ. ജ്യൂസ് തന്നെയത് പേരയ്ക്ക് ജ്യൂസ്.
പേരൊക്കെ ഗുവാവ. അമ്മ തരും, അമ്മ ലയണ്ണ കണ്ണോൾക്ക്. ഇതൊക്കെ മോഞ്ച. പിന്നെ വ്യൂന ലയണ്ണ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. തൊടാൻ ധൈര്യമില്ലെങ്കിൽ പോലും അവൾക്ക് ഇഷ്ടമായി. മണ്ണിലൊക്കെ വെച്ചതിന് ശേഷം മെല്ലെ അഴിച്ചോട്ടെ. അമ്മ അവിടെ നിന്ന് കുറെ ചെടികളൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്തൊക്കെയോ മിൽക്കി ഫ്രൂട്ടോ അങ്ങനെ എന്തൊക്കെയോ അറിയുന്നതും അറിയാത്തതായിട്ടുള്ള എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. പിന്നെ ഇഞ്ചി പുൽത്തൈലം വാങ്ങിച്ചു. അങ്ങനെ കുറെ വാങ്ങിച്ചു കൂട്ടി. ഇരട്ടി മധുരം, മുൾട്ടാനി വിട്ടി, ഇഞ്ചി പുൽത്തൈലം അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടി. ലാസ്റ്റ് ഫുഡ് അടിച്ച് ഞങ്ങൾ ഒരു എസ്റ്റേറ്റ് കാണാനായിട്ട് വിട്ടു. 5 മണിക്ക് മുന്നേ മല ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വേഗത്തിലായിരുന്നു കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ തരില്ല കുരുവിക്ക് വർഷക്കാലത്തിൽ കൂടുകൂട്ടാനിടം തരില്ല കുരുവി ഞാൻ അങ്ങനെ ഞങ്ങൾ ഇരുട്ടാവുന്നേക്കാൾ മുമ്പ് നൈസായിട്ട് മല ഇറങ്ങി കേട്ടോ. ഗോവയല്ല, നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി ബായ് പറയോ. ബായ് നെല്ലിയാമ്പതി. ഓക്കെ. പിന്നെ താഴെ ഇറങ്ങിയത് ഫസ്റ്റ് പരിപാടി നല്ല ചൂട് ചായയും പഴംപൊരിയും അടിക്കലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തി. വീടെത്തിയതും നല്ല തണുത്ത പാൽ സർബത്തൊക്കെ കുടിച്ച് സെറ്റായി ഞങ്ങൾ കുറച്ച് നോൺ വെജ് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കൂട്ടത്തിൽ കുറച്ച് നാടൻ പച്ചമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. രൂപ കാളയുടെ കാറ്റുള്ളൂ. മിഠായി അവിടെ ഇരുന്നോളാം. ആ ഇരുന്നോ? റെഡി റെഡി. ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിച്ചിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങോട്ടി. ഡണ്ണായിട്ടില്ല. ചപ്പാത്തിയാ?
പാനിലച്ചെടി ഞാനോളം വളരി. അമ്മ അടിക്കണ്ട. അധികണോ? വാവയ്ക്ക് ബട്ടറൊക്കെ ഇട്ടിട്ട് ഒരു പ്രോൺ റൈസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് എവിടുന്നാന്ന് അറിയില്ല, പെട്ടെന്ന് എനിക്ക് വേനാട് പാൽക്കൊഞ്ച് കഴിക്കാൻ ആഗ്രഹം തോന്നി. അതും രാത്രി 11:30 സമയത്ത് കേട്ടോ. അപ്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കി. പക്ഷെ വാഴയിലല്ല ഉണ്ടാക്കിയത്. 11:30 സമയത്ത് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇല മുറിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ കൊതിച്ചിട്ട് നല്ല നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് ഒരു അടിപൊളി ഒരു പ്രോൺസ് ഇട്ടിട്ട് ഒരു വേനാട് പാൽക്കൊഞ്ച് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. കുറച്ചും കൂടി എരിവായിരുന്നു എന്ന് തോന്നി. അരി അടക്കം അങ്ങനെയല്ല, തെറ്റാ, അളവ് തെറ്റാ. എടുക്ക്, താഴത്തിട്ട് അരി എടുക്കുമ്പോ കൂമ്പാരം കുത്തിന്ന് പറയുമ്പോ ഇങ്ങനെ എടുക്കുക. കൂമ്പാരം കുത്തണം. കണ്ട, അപ്പൊ ഞാൻ ഓട്ടുണ്ട്. അപ്പൊ അത്രയും അരി കുറയും. കണ്ടാ, വടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ എടുക്കാൻ പാടില്ല. 3 ഇനി 4 തൊട്ടിട്ട് കേട്ടാ. ഇപ്പൊ 3 അല്ലേ കഴിഞ്ഞ? 4 5 6 7 8. ഏതിലരി മണി ഉണ്ടാവണം? അരി ഉണ്ടാവണം പാത്രത്തിൽ. ആ പാത്രത്തിനകത്താ. ഇന്നെ നാത്തൂൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വിരുന്ന് കൊടുക്കൽ പരിപാടിയും കൂടിയാണ്. പുളിയൊക്കെ പിടിച്ച് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മീൻകൂട്ടാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അല്ലെങ്കിൽ തലേന്നത്തെ മീൻകറി പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയത് അമ്മൂമ്മയാണ് കേട്ടോ. വിറകടുപ്പിലൊക്കെയാണ് ഉണ്ടാക്കിയത്. നല്ല കിടുക്കാറ്റ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ പാലക്കാടിലേക്ക് കൊണ്ടുപോയ മറ്റേ പനങ്ങളുണ്ടല്ലോ, അതിൽ 2 കുപ്പി ബാക്കിയുണ്ടായിരുന്നു. അത് കേടായി പോയത് കൊണ്ട് അത് ചൊറുക്കയാക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.